എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇൻവോളണ്ടറി യൂറിനേഷൻ തടയാൻ കഴിയുക എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഭാഗമായിട്ടായിരിക്കും മിക്കവാറും ഈ ഒരു ലക്ഷണം കണ്ടുവരുന്നത്. അപ്പോ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഡോക്ടറിനോട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുക. അപ്പോൾ അദ്ദേഹത്തിന് പല ടെസ്റ്റുകൾ വഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷണങ്ങൾ കേൾക്കുന്നത് കൊണ്ട് നിങ്ങളുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ചികിത്സ നടത്താനും കഴിയും. ഹോമിയോപ്പതിയിൽ നമുക്ക് ഇത്തരത്തിൽ ഇൻവോളണ്ടറി യൂറിനേഷന് വളരെ ഫലപ്രദമായിട്ടുള്ള പൂർണ്ണമായിട്ട് ഈ ഒരു സിംറ്റത്തിനെ മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിസിനുകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. അതോടൊപ്പം പ്രമേഹം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മൂത്രത്തിൽ അണുബാധ, കിഡ്നി സ്റ്റോൺ ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് വെള്ളം കുടിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് ഏകദേശം 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ വെള്ളം അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള ഭക്ഷണം കഴിക്കുന്നത് നിർത്തിവെക്കുക. പിന്നെ പിന്നീട് അങ്ങോട്ട്, അതായത് ഇപ്പൊ 10 മണിക്ക് ഉറങ്ങാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 8 മണി ആവുമ്പോഴത്തേക്കിനും തന്നെ 8 മണി കഴിഞ്ഞിട്ടുള്ള സമയത്ത് അവര് വെള്ളം കുടിക്കാതിരിക്കുക അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. പിന്നെ രാത്രിയിൽ കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, ചോക്ലേറ്റ് ഒക്കെ അമിതമായിട്ട് കഴിക്കാതിരിക്കുക. പിന്നെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ശീലം ഒന്ന് നിർത്തിവെക്കുക. അമിതമായിട്ട് പഞ്ചസാര കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പ്രോപ്പറായിട്ട് ബാത്റൂമിൽ പോകുക. പിന്നെ ഒരു സ്ലീപ്പ് ഹൈജീൻ കൊണ്ടുവരിക. അതായത് ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സ്ലീപ്പ് ഹൈജീൻ എന്താണെന്നും അതെങ്ങനെയാണ് പാലിക്കേണ്ടതെന്നും ഒക്കെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഇതിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. പിന്നെ പെൽവിക് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവ് ആണ്. കീഗൽ എക്സസൈസ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടി കീഗൽ എക്സസൈസുകൾ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ നിർദ്ദേശത്തോടു കൂടി കീഗൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ടിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും.